നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക കറിയാണ്. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ വേവിച്ചാലും മതിയാവും. ഇത് ഇച്ചിരി വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ കുക്കറിലിടുന്നത്. വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടെ ചേർത്ത് കൊടുത്ത് വേവിക്കാം. ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്കും നമുക്കിതിനാവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കുന്നതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ. തേങ്ങ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഏകദേശം തേങ്ങയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിന് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പച്ചമണം മാറി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ കടച്ചക്ക വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്ന ആ ഒരു അത്യാവശ്യം വെള്ളം മതിയാവും. വെള്ളമെല്ലാം ചേർത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കുറവുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. ചെറിയ തിള വന്നിട്ടുണ്ട്. ഇതിറക്കാം. ഇനി കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ട് ഉള്ളത് എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി കടുക് ഇട്ട് ചെറുള്ളി ഇടാം. രണ്ട് വറ്റൽമുളകും കൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂത്ത് വരട്ടെ. കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ കടച്ചക്ക കറി റെഡിയായിട്ടുണ്ട്.
എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കടച്ചക്കയുടെ സീസണാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണേ.